ഹലോ. ഇപ്പൊ നമ്മള് എയ്റ്റീത്ത് ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്തല്ലേ. ഇപ്പൊ നമുക്ക് 81 നോക്കാം. In the halogen the correct order of electron gain enthalpy. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ കറക്റ്റ് ഓർഡർ ആണ് നോക്കേണ്ടത്. അതിൽ നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത് ആർക്കാണ്? ക്ലോറിൻ ആണ്. ക്ലോറിനോട് എക്സെപ്ഷണൽ കേസ് ആണ്. ക്ലോറിൻ വെച്ച് നോക്കുമ്പോൾ ക്ലോറിൻ ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ. ദെൻ അത് കഴിഞ്ഞ് ഫ്ലോറിൻ വരും. ഫ്ലോറിൻ കഴിഞ്ഞ് ബ്രോമിൻ കഴിഞ്ഞ് അയഡിൻ. ഇതാണ് ഓർഡർ. ഈ ഓർഡർ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നോക്കിക്കേ, ഫ്ലൂറിനേക്കാളും കൂടുതലാണ് ക്ലോറിൻ, പക്ഷെ ക്ലോറിനേക്കാളും കുറവാണ് ബ്രോമിനും അയഡിനും. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. 82. The number of carbon atom in 10 gram calcium carbonate. 10 gram calcium carbonate എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന്. അപ്പൊ കാർബൺ ആറ്റം അറിയാൻ വേണ്ടി നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പം ഇവിടെ നമ്മൾ ആദ്യം അറിയേണ്ടത് എത്ര മോൾ ഉണ്ടെന്ന്. 10 ഗ്രാമോ CO3 എത്ര മോൾ ഉണ്ട്? ഒരു CO3 എന്ന് പറയുന്നതിന്റെ മോളാർ മാസ് എത്രയാണ്? 100 ആണ്. അപ്പൊ 10/100 W2/M2 ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പൊ 1/10 കിട്ടി. 1/10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 ചെയ്യുമ്പോൾ ഇതേ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 6.022 ഇൻറ്റു 10⁻22. ഇത് 10⁻1 ആണ്, ഇത് 10⁻23 ആണ്. മുകളിലോട്ട് പോകുമ്പോൾ മൈനസ് വരും. അങ്ങനെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മോർ കോവാലന്റ് ക്യാരക്ടർ? കാൽഷ്യം, സീഷ്യം ക്ലോറൈഡ്, ലിഥിയം ക്ലോറൈഡ്, NaCl, KCl. ആൻസർ ഏതാണ്? നമുക്കറിയാം, മോർ കോവാലന്റ് ക്യാരക്ടർ ഉള്ളത് ലിഥിയം ക്ലോറൈഡ് ആണ്. ഇതിന്റെ ഓർഡർ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സീഷ്യം. Which among the following is an amphoteric oxide? അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, Al2O3 ആണ് amphotericന്റെ എക്സാമ്പിൾ. Which statement correctly describes the working of loudspeaker? ഇപ്പൊ ലൗഡ് സ്പീക്കറിന്റെ പ്രിൻസിപ്പിൾ ഏതാണ്? നമുക്കറിയാം, മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഇതോ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. അതിന്റെ അകത്ത് തന്നെ ഒന്നാമത്തെ എന്താ പറയുന്നത്? കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. രണ്ടാമത്തെ കൺവേർട്ടിംഗ് സൗണ്ട് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഏതാണ് കറക്റ്റ്? ലൗഡ് സ്പീക്കറിൽ സൗണ്ട് എനർജി ആണ് നമ്മൾ പുറത്തോട്ട് കേൾക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 86. മാക്സിമം എമൗണ്ട് ഓഫ് സോളിഡ് സൊല്യൂട്ട് that can be dissolved in a specific amount of a given liquid solvent does not depend on. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം? എത്ര എമൗണ്ട് ഓഫ് സോളിഡ് സൊല്യൂട്ട് ആണ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ആവുന്നത്? അതിനെ നമ്മൾ എന്താ പറയുന്നത്? സോലിബിലിറ്റി. സോലിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സോലിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ഡിപ്പെൻഡ് ചെയ്യും, പ്രഷർ ഡിപ്പെൻഡ് ചെയ്യും, നേച്ചർ ഓഫ് സോൾവെന്റ് ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇതിനൊരു ആൻസർ ഇതിന്റെ അകത്ത് ഇല്ല. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ബോഡി എന്താന്ന് നമുക്കറിയാം അല്ലെ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി നീഡഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് സെമി കണ്ടക്ടർ ഫിസിക്സ്? സെമി കണ്ടക്ടറിൽ എൻ ടൈപ്പിന്റെ മെജോറിറ്റി കാരിയർ ഏതാ? ഹോൾ അല്ല, ഇലക്ട്രോൺ ആണ്. അപ്പൊ തെറ്റാണ്. To convert pure conductors into p type ആക്കാൻ നമ്മൾ എന്താ ഡോപ്പ് ചെയ്യേണ്ടത്? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിനെയാണ് ഡോപ്പ് ചെയ്യേണ്ടത്. ഫോസ്ഫറസ് എന്താണ്? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. അപ്പൊ അതും തെറ്റാണ്. In the energy band diagram of a metal, forbidden band is absent. അത് കറക്റ്റ് ആണ്. The resistance of a semiconductor increases with decrease in temperature. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മെറ്റലില് ഫോർബിഡൻ ബാൻഡ് ആബ്സെന്റ് ആണ്. Okay, 89th question. A light beam passing through 3 medium PQRS by observing the figure, find out the correct statement related to optical density. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഓരോന്നിനും ലൈറ്റ് എങ്ങനെയാ പോകുന്നത് നോക്കാം. സോ ഇതിന്റെ അകത്ത് നമുക്കൊരു, ഞാൻ ഇവിടെ നോർമൽ വരച്ചപ്പോ ഇവിടെ എന്താ? ഇത് നോർമലിലോട്ട് അടുപ്പമാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നോർമലിലോട്ട് അടുക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫിഗർ കണ്ട് എങ്ങനെയല്ലേ തോന്നുന്നത്? സോ ഇത് പീനേക്കാളും ഡെൻസർ ആയിട്ടുള്ള മീഡിയം ആണ്. ഇത് ഡെൻസർ ആണ്. അപ്പൊ പിയും ക്യൂവും വെച്ച് നോക്കുവാണെങ്കിൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്? ക്യൂവിനാണ് ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ ക്യൂ ഗ്രേറ്റർ ദാൻ പി. ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, അത് നമുക്കറിയാലോ. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴോ നോർമലിൽ നിന്ന് ആറിലോട്ട് പോകുമ്പോൾ അകലുവാണ്. അപ്പൊ ഇവിടെ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ ക്യൂവിനെ വെച്ച് നോക്കുമ്പോൾ ആർക്ക് ഡെൻസിറ്റി കുറവാണ്? ആറിന് ഡെൻസിറ്റി കുറവാണ്. അപ്പൊ ഓർഡർ എങ്ങനെ വരും? ക്യൂ ഗ്രേറ്റർ ദാൻ
പി ഇനിയിപ്പോ നമ്മൾ നോക്കേണ്ട ആറിനാണോ പിക്കാണോ ഇവിടെ ഡെൻസിറ്റി കുറവ്. ആറാണ് ഒരുപാട് നോർമലിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. അപ്പൊ ആറിനാണ് ഏറ്റവും ഡെൻസിറ്റി കുറവ്. അപ്പൊ ആറ് ലാസ്റ്റ് വരും. ക്യൂ ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ ആർ. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി അല്ലെ. ക്യൂ ആണ് നോർമലിനോട് അടുക്കുന്നത്, ആറാകുമ്പോ നോർമലിൽ നിന്ന് ഒരുപാട് അകത്ത് പോവുകയാണ് അല്ലെ. അപ്പം ആറിനാണ് ഡെൻസിറ്റി ഏറ്റവും കുറവ്. ദെൻ അടുത്ത റെയറർ മീഡിയം പി, ഏറ്റവും കൂടുതൽ ഡെൻസർ ആയിട്ടുള്ള മീഡിയം ക്യൂ ആണ്. അപ്പം ഓപ്ഷൻ സി. 90ാമത്തെ ക്വസ്റ്റ്യൻ. 4 സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ റിഗാർഡിംഗ് ദ ഇമേജ് കറക്റ്റഡ് ടു കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൽ എന്താണ്? കോൺകേവ് ലെൻസിൽ first statement is correct, second statement is correct, second and fourth statement is correct, third statement is only correct. നോക്കട്ടെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ, അങ്ങനെ ഒരു കേസ് കോൺകേവിൽ ഉണ്ടോ? ഇല്ല. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? അതും ഇല്ല. എൻലാർജ്ഡ് ആൻഡ് വെർച്വൽ എന്ന് പറയുന്ന ഒരു കേസ് കോൺകേവിൽ ഉണ്ടാവുന്നുണ്ട്. എപ്പോഴാണ്? ഇമേജ് ലെൻസിന്റെയും ഫോക്കസിന്റെയും ഇടയ്ക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് എൻലാർജ്ഡ് വെർച്വൽ ഇമേജ് കിട്ടും. പക്ഷെ അത് നമ്മൾ കോൺകേവിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇൻവേർട്ടഡ് ഇമേജ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൺലി കറക്റ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കാം. ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മള് ഇമേജ് ഒബ്ജക്റ്റ് സിയുടെ ബാക്കിൽ വെക്കുമ്പോൾ, ബിയോണ്ട് സി വെക്കുവാണെങ്കിൽ നമുക്ക് ഇമേജ് ഉണ്ടാവുന്നത് ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതുപോലെ ഇൻഫിനിറ്റി എന്ന് വരുന്ന ലൈറ്റ് റേസും ഫോം ചെയ്യുന്ന ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് എന്നുള്ളൊരു ഇതിലേക്ക് എത്താം. സോ നമുക്ക് ആൻസർ കീ വരുമ്പോൾ നോക്കാം. എന്തായാലും ഓപ്ഷൻ എ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നുള്ളതിന്റെ കൂടെ പോകാം. IUPAC നെയിം ഓഫ് CH3CO CH ഡബിൾ ബോണ്ട് CH എഴുതി നോക്കാം. CH3CO CO എന്ന് പറഞ്ഞാൽ എന്താ? സി ഡബിൾ ബോണ്ടോ? ഞാനത് ഒന്നും കൂടി ഇതായിട്ട് എഴുതാം. CH3C ഡബിൾ ബോണ്ട് O, CH ഡബിൾ ബോണ്ട് CHCOOH. ഇതല്ലേ ഈ കാണുന്ന ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ടോ, CO എന്ന് പറഞ്ഞ കീറ്റോൺ, CH ഡബിൾ ബോണ്ട് CHCO. അപ്പൊ ഇവന്റെ അകത്ത് എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. ഇപ്പൊ പെന്റ് ആണ് വരണത്. ദെൻ ഇവിടെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ആർക്കാണ്? ആസിഡിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ എന്തായാലും ആസിഡ് എന്നുള്ള ഒരു ആൻസർ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് എണ്ണി തുടങ്ങണം? റൈറ്റിൽ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ 1 2. സെക്കൻഡ് പോയിന്റിൽ എന്തുണ്ട്? ഒരു രണ്ട് ബോണ്ട് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ പെന്റ് 2E ഓയിക് ആസിഡ്. പിന്നെ ആരാ വരുന്നത്? പിന്നെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും കൂടെ ഉണ്ട്, കീറ്റോൺ. അപ്പൊ കീറ്റോണും കാർബോക്സിലിക് ആസിഡും വന്നപ്പോൾ ഇവിടെ പ്രയോറിറ്റി ആർക്കാണ്? കാർബോക്സിലിക് ആസിഡിനാണ്. അപ്പൊ അത് നമ്മൾ അവിടുന്ന് എണ്ണാൻ തുടങ്ങി, അത് ലാസ്റ്റ് കൊടുത്തു. അപ്പൊ കീറ്റോൺ ഫ്രണ്ടിൽ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഇവിടെ ഒന്നും എഴുതാൻ പറ്റത്തില്ലോ. അപ്പൊ കീറ്റോൺ ഫ്രണ്ടിൽ വരണമെങ്കിൽ കീറ്റോണിന്റെ പേര് എങ്ങനെ ചേർക്കണം? ഓക്സോ. എത്രാമത്തെ പൊസിഷനിലാണ്? ഫോർത്ത് പൊസിഷനിൽ. 4 ഓക്സോ പെന്റനോയിക് ആസിഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ആസ് ദ ഫോളോയിങ്. ഇത് നമ്മൾ നന്നായിട്ട് ഇതിന്റെ എല്ലാത്തിനെ കുറിച്ചും ഒരു അറിവുണ്ടെങ്കിലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് സോൾ ആണ്. അപ്പൊ 1B വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലെ. ബാക്കിയും കൂടെ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. രണ്ടാമത്തത് ലിക്വിഡ് ഇൻ സോൾ വരുന്നത് ഏതാണ്? ജെല്ലാണ്. അപ്പൊ 2C1. തേർഡ് ക്വസ്റ്റ്യൻ ലിക്വിഡ് ഇൻ ലിക്വിഡ് അമൽഷൻ ആണ്. ഓപ്ഷൻ 4 ഗ്യാസ് ഇൻ ലിക്വിഡ്, അത് ഫോം ആണ്. അപ്പം 92 തന്നെയാണ്. നമുക്ക് ഒറ്റ ആൻസർ അറിയാമെങ്കിൽ തന്നെ അത് സ്കോർ ചെയ്യായിരുന്നു. ഇനി which of the following method is used to purify the liquid that decomposes at its boiling point? അത് നമ്മുടെ കെമിസ്ട്രി +2 പഠിക്കാനുള്ളതാണ്. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഡിസ്റ്റിലേഷനിൽ തന്നെ വരുന്ന കാറ്റഗറിയാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. എന്താ അവിടെ ചെയ്യുന്നത്? ബോയിലിംഗ് പോയിന്റ് നമ്മൾ പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ട് അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബോയിലിംഗ് പോയിന്റ്, ആ ഒരു ബോയിലിംഗ് പോയിന്റിൽ അത് ഡീകമ്പോസ്ഡ് ആവും. അപ്പം നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ.
ഓക്കെ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നോക്കാം. നെക്സ്റ്റ് വീഡിയോ കൊണ്ട് സൊല്യൂഷൻ